മൈന, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു. സ്വപ്നോ? എന്ത് സ്വപ്നം? പറയില്ല. ഒന്ന് പറയപ്പോ. പറയട്ടെ. നീ ഇങ്ങനെ കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും മൈനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? എല്ലാം വിധിയാണ്. ഇത് വിധിയൊന്നുമല്ല. അവൻ കാരണം എന്റെ മൈന മരിച്ചത്. ആരെ? ആ മേനോൻ സാറിന്റെ മോൻ വിനോദ്. അവൻ പലപ്പോഴും മൈനയെ ശല്യപ്പെടുത്തുമായിരുന്നു എന്ന് മൈന എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നത്? മൈന പറഞ്ഞിട്ട അണ്ണനോട് പറഞ്ഞ അണ്ണൻ അവനുമായി വഴക്കുണ്ടാക്കുമെന്ന് മൈനയ്ക്ക് പേടിയായിരുന്നു. ഞാൻ അന്നേ അണ്ണനോട് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിലെന്റെ മൈന മൈന എങ്ങനെയാ മരിച്ചത്? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ?
രാജു, നീ എന്താ വല്ലാതിരിക്കുന്നത്? എനിക്കിവിടെ മതിയായി. ഞാനിവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണ് ഫാദർ. ആരോരുമില്ലാത്ത എനിക്ക് സ്നേഹം തന്ന നന്മയുടെ മനസ്സുകളെല്ലാം എന്നെ പിരിഞ്ഞു പോവുകയാണ്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് തിരിച്ചു തരുന്നത് ദുഃഖവും ശിക്ഷയുമാണ്. ഇനി വയ്യ ഫാദർ. ഫാദർ എന്നെ സ്നേഹിക്കാനേ പഠിപ്പിച്ചുള്ളൂ, വെറുക്കാൻ എനിക്കറിയില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഫാദർ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എങ്ങോട്ട്? ഇവിടം വിട്ടെങ്ങോട്ടെങ്കിലും. അപ്പോ നീ എന്നെ വിട്ടിട്ട് പോവുകയാണോ? ഞാൻ എവിടെയാണെങ്കിലും എന്നും എന്റെ മനസ്സിൽ ഫാദർ ഉണ്ടാവും. നിനക്ക് നിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള അറിവും പ്രായവുമായി. ഒരു മാറ്റം കൊണ്ട് നിനക്ക് നന്മ വരുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. രാജു, ഈ എഴുത്ത് എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ജയദേവനുള്ളതാണ്. ഞാൻ പണ്ട് മാനേജരായി ജോലി നോക്കിയിരുന്ന എറണാകുളത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി. ഈ എഴുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ അദ്ദേഹം നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും. ആ, ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ജയദേവൻ. വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോയാ. ഇതിന്റെ പുറകിൽ ഡോക്ടറുടെ വീട്ടിലെ അഡ്രസ്സും ഉണ്ട്. ഞാൻ വരട്ടെ ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ സൺ. പ്രിയപ്പെട്ട ഡോക്ടർ ജയദേവന്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്തൊന്നുണ്ടല്ലോ ദൈവത്തിന്റെ ഇംഗിതം. കരുണാമയനായ ദൈവത്തിന്റെ കൽപ്പന പോലെ എല്ലാം നടക്കട്ടെ എന്ന് നമുക്ക് സമാധാനിക്കാം. ഈ കത്തുമായി വരുന്ന ചെറുപ്പക്കാരൻ രാജു എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതിലുപരി നിങ്ങൾക്കും. അനാഥാലയത്തിൽ വളർന്ന ഇവനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് അവനൊരു ജീവിതമാർഗം ഉണ്ടായി കൊടുക്കാനാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾക്ക് ഇവനെ സ്നേഹിക്കാം, വിശ്വസിക്കാം. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ചോര കുഞ്ഞിന്റെ മുഖം നിങ്ങൾക്ക് ഇവനിൽ കാണാം. മൂടിവയ്ക്കപ്പെട്ട സത്യം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും 1000 നാവുകളോടെ ഉയർത്തെഴുന്നേൽക്കും. ഭയപ്പെടണ്ട, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ അവനോട്
ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം വേണ്ടതുപോലെ ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം, ഫാദർ ഫെർണാണ്ടസ്.